Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. സൂറത്ത് യൂനുസിലെ 31-ാമത്തെ സൂക്തമാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من يرزقكم من السماء والأرض أمن يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله أفلا تتقون. ഖുൽ നബി അങ്ങ് ചോദിക്കുക, മൻ യർസുഖുക്കും ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത്, മിനസ്സമാഇ വൽ അർദ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും, അമ്മൻ അല്ലെങ്കിൽ ആരാണ് യംലിക്കു സംഅ കേൾവിയുടെ ഉടമസ്ഥത ആർക്കാണ്, ആരാണ് കേൾവിയെ ഉടമപ്പെടുത്തി വച്ചിരിക്കുന്നത്, അധീനതയിൽ ആരുടെ അധീനതയിലാണ്, വൽ അബ്സ്വാറ കാഴ്ചകളുടെയും, വമൻ യുഖ്രിജുൽ ഹയ്യ ആരാണ് സജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നത്, മിനൽ മയ്യിത്തി നിർജീവമായതിൽ നിന്നും, വയുഖ്രിജുൽ മയ്യിത്ത നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നു, മിനൽ ഹയ്യി സജീവമായതിൽ നിന്ന്, വമൻ യുദബ്ബിറുൽ അംറ ആരാണ് കാര്യങ്ങളൊക്കെയും നിയന്ത്രിക്കുന്നത്, ഫസയഖൂലൂന അപ്പോൾ അവർ പറയും അല്ലാഹു ആണെന്ന്. ഫഖുൽ അപ്പോൾ താങ്കൾ ചോദിക്കണം, അഫലാ തത്തഖൂൻ എന്നിട്ട് നിങ്ങൾക്ക് ആ ദൈവത്തെ ഭയപ്പെടാനായില്ലയോ, നിങ്ങൾ ആ ദൈവത്തെ സൂക്ഷിക്കുന്നില്ലയോ, ഭയപ്പെടുന്നില്ലയോ എന്നുകൂടെ അർത്ഥം പറയും. ഖുൽ നബി അങ്ങ് ചോദിക്കുക, മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമായി നിങ്ങൾക്ക് റിസ്ഖ് അന്നം നൽകുന്നവൻ ആരാണ്, അമ്മൻ യംലിക്കു സംഅ വൽ അബ്സ്വാറ അതുപോലെ തന്നെ കേൾവിയും കാഴ്ചകളും ആരുടെ അധീനതയിലാണുള്ളത്, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി നിർജീവമായതിൽ നിന്ന് സജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആര്, വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി സജീവമായതിൽ നിന്ന് നിർജീവമായതിനെ, ഹയ്യിൽ നിന്ന് മയ്യിത്തിനെ പുറത്തു കൊണ്ടുവരുന്നവനും ആരാണ്, വമൻ യുദബ്ബിറുൽ അംറ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതും ആര്, ഫസയഖൂലൂന അല്ലാഹ് അപ്പോഴൊക്കെ അവർ അല്ലാഹു ആണെന്ന് മറുപടി പറയും. ഫഖുൽ അപ്പോൾ താങ്കൾ അവരോട് ചോദിക്കണം, അഫലാ തത്തഖൂൻ നിങ്ങൾക്ക് ദൈവഭക്തി ഇല്ലയോ, ദൈവത്തെ ഭയമില്ലയോ. സമാനമായി സൂറത്തു ലുഖ്മാൻ, സൂറത്തു നംല്, സൂറത്തു മുഅ്മിനൂൻ ഈ സൂറകളിലൊക്കെ പരാമർശമുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. ആരാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവും നിയന്താവും എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. എന്നിട്ടും പിന്നെ നിങ്ങൾ എങ്ങനെ ഈ ബഹുദൈവത്വത്തിലേക്ക് പോകുന്നു, ഇതാണ് അവരോടുള്ള ചോദ്യം. അപ്പോൾ അറബികൾ പൊതുവിൽ വിഗ്രഹാരാധകരാണ്.
എന്നാലും അവർക്കൊരു ഏകദൈവത്തെ, ഒരു പരമദൈവത്തെ, ഒരു പരമേശ്വരനെ, ഒരു സർവേശ്വരനെ വിശ്വാസമുണ്ട്. അറബികൾക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. ബഹുദൈവ വിശ്വാസികൾക്കൊക്കെ ഒരു പരമമായ ദൈവമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, അവനെ പ്രീണിപ്പിക്കുവാൻ, അവൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനുള്ള, ഇടയിൽ നിർത്താനുള്ള കുറച്ച് ആൾക്കാരായിട്ടാണ് ഈ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ദൈവങ്ങളെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും നേർച്ചകൾ നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ. ഇത് ചിലപ്പോഴൊക്കെ നമ്മുടെ സമുദായത്തിൽ നിന്നും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത് വായിച്ചാൽ വളരെ വ്യക്തമായി ആ കാര്യം, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കൊരു സാമീപ്യം കിട്ടാൻ, നമുക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവരെയൊക്കെ പൂജിച്ച് പ്രസാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നവർ പറയും. അപ്പം അതുതന്നെയാണ് ഇവിടെയും അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത്. ആരാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അന്നം നൽകുന്നത്? അത് അതിൻ്റെ ആശയം, അർത്ഥം നമുക്ക് വിശദീകരിക്കാതെ തന്നെ മനസ്സിലാകും. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം. മനുഷ്യൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നേരത്തെ തീരുമാനിച്ച് നടപ്പാക്കുന്നവനാണവൻ. അപ്പോൾ അവൻ തന്നെയാണ്, അതാണ് യഥാർത്ഥം. നമ്മൾ പറയാറില്ലേ, സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇത് മൂന്നും അവൻ്റെ അധീനതയിലാണ്. സൃഷ്ടിക്കുക, നിലനിർത്തുക, അതാണല്ലോ സ്ഥിതി എന്ന് പറഞ്ഞത്. സ്ഥിതി അതാണ്. പിന്നെ സംഹരിക്കുക, അത് ജീവൻ എടുക്കുക, അവസാനിപ്പിക്കുക. ഈ സൃഷ്ടി, സ്ഥിതി, സംഹാര കഴിവുകൾ, അതിൻ്റെ അവകാശം, അതിൻ്റെ അധികാരം, അത് അള്ളാഹുവിന് മാത്രമാണ്. അതല്ലാതെ ഈ ബഹുദൈവ വിശ്വാസികൾ പറയുന്നത് പോലെ വ്യത്യസ്തങ്ങളായ ദേവന്മാർക്കോ ദേവിമാർക്കോ അവർ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യർക്കോ അല്ല. ആ കാര്യമാണ് ഇവിടെ വീണ്ടും അല്ലാഹു തആല അവരുടെ മനസ്സിൽ തറക്കുന്നതിന് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നത്. അത് ഉണർത്താൻ അള്ളാഹുവിന് വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അവൻ അതിന് ന്യായങ്ങളും തെളിവുകളും നിരത്തുകയും ചെയ്യുന്നു. അതിന് തെളിവാണ്, ആകാശത്തു നിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആരന്നം നൽകും? നിങ്ങളുടെ ഈ ദൈവങ്ങളാണോ? നമ്മുടെ നാട്ടിലൊരു വിശ്വാസമുണ്ട്, നമ്മളൊക്കെ കേട്ടിട്ട്, അമ്പംകുന്ന് എന്ന് പറഞ്ഞ നേർച്ചയുണ്ട്. അമ്പംകുന്ന് മണ്ണാർക്കാട് ഭാഗത്താണ് അത്രേ. അവിടെ നേർച്ച നടത്തിയാൽ മഴ പെയ്യും. വേനൽ മഴ പെയ്യണമെങ്കിൽ അവിടെ നേർച്ച നടത്തും. അത് നമ്മുടെ സമുദായത്തിനകത്തുള്ള ഒരു വല്ലാത്ത തെറ്റായ ധാരണയും വിശ്വാസവും. അങ്ങനെ പലതരത്തിലുണ്ട്. ചില പ്രദേശങ്ങളിൽ ആ ജാറങ്ങളിലുള്ള കൊടിയെടുത്ത് പ്രകടനം നടത്തിയാൽ മഴ പെയ്യും. ബഹുദൈവ വിശ്വാസികളും ഇങ്ങനെ തന്നെ. അവർ പലതരം ദേവന്മാരെ, നമ്മൾ നഗ്ന പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ട് അത്രേ, ഈ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അന്തമില്ലായ്മ, ദൈവവിരുദ്ധ നിലപാട്, അത് എങ്ങനെയാണ് നിങ്ങൾക്കതിന് സാധിക്കുക? നിങ്ങളെ സൃഷ്ടിച്ചവൻ അവൻ, നാഥൻ. നിങ്ങളെ സംരക്ഷിക്കുന്നവൻ അവൻ, നിങ്ങളുടെ ജീവനെടുക്കുന്നവൻ അവൻ, നിങ്ങൾക്ക് അന്നം നൽകുന്നത് അവൻ. അത് മാത്രോ? ഇനി അമ്മ യംലിക്കു സമ, നിങ്ങളുടെ കേൾവി അത് ആരുടെ അധീനതയിലാണ്? നിങ്ങൾ അധീനതയിലാണോ? ഒരു തലവേദന വന്നാൽ മതി, ചിലപ്പോൾ കേൾവി ശക്തി അവിടെ നഷ്ടപ്പെടും. ഒരു തലവേദന വന്നാൽ മതി, ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ച ശക്തി അത് നഷ്ടപ്പെടും. എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത്, നേരം വെളുത്ത് നോക്കുമ്പോൾ അവന് കണ്ണ് കാണില്ല. ഒരു ഇടിമിന്നൽ, അതോടുകൂടി അവൻ്റെ കേൾവി നഷ്ടപ്പെട്ടു. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, അയാൾ ഹൈസ്കൂൾ പ്രായം കഴിഞ്ഞ് +2 കഴിഞ്ഞ് വിദേശത്തൊക്കെ പോയി വരുന്നത് വരെ അയാൾ നല്ല കാഴ്ചശക്തി ഉണ്ട്. ഇപ്പോൾ നമ്മളടുത്ത് ഞാൻ പുറത്ത് ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോയി, വെള്ളിക്കാപ്പറ്റ. ഇപ്പോൾ കാഴ്ചശക്തി ഇല്ല, ഇപ്പോൾ വീട്ടിലൊതുങ്ങി, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വളരെ ചെറുപ്പം, ഇപ്പോൾ കയറി വന്ന ഒരു 40ൻ്റെ അവിടെയൊക്കെ പ്രായം ഉണ്ടാവും. കുറച്ച് കൊല്ലങ്ങളായിട്ട് കാഴ്ചശക്തിയില്ല.
ഇങ്ങനെ ചിലപ്പോൾ അല്പാൽപ്പം മങ്ങി കാഴ്ചയുടെ ശക്തി നഷ്ടപ്പെടുക. പെട്ടെന്നൊരു തലവേദന വന്നതോടുകൂടി കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട എത്രയോ സംഭവങ്ങൾ. അപ്പോൾ ആരാ അതൊക്കെ തരുന്നു? അത് കേൾവിക്കും ബാധകമാണ്. അമ്മ യംലിക്കു സമ, നിങ്ങളുടെ കേൾവി നിങ്ങളുടേതാണെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ അധീനതയിലാണോ? വലബ്സ്വാർ, കാഴ്ച, കണ്ണുകൾ, കാഴ്ചകൾ. എന്താ കേൾവി ആദ്യം, കാഴ്ച പിന്നെയും പറയണത്? ഖുർആനിലൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കണം. ആദ്യം കേൾവിയെ പറയുക, പിന്നെ കാഴ്ചനെ പറയും. കേൾവിയാണ് മനുഷ്യനിൽ ആദ്യം രൂപപ്പെട്ടു വരുന്നത്. കാഴ്ച പിന്നെ പ്രസവാനന്തരം ജനനാനന്തരം ഒരു 15 ദിവസത്തിനുള്ളിലൊക്കെ ശരിയായി വരുള്ളൂ. കേൾവി അവന് ഗർഭാശയത്തിൽ നിന്ന് തന്നെ ഉണ്ട്. ഉമ്മാൻ്റെ ഹൃദയമിടിപ്പ് അവൻ കേൾക്കുന്നുണ്ട്, കുഞ്ഞ്, ഗർഭസ്ഥ ശിശു. അതുകൊണ്ട് കേൾവിയെ ഖുർആൻ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. ഈ കുഞ്ഞ്, അതുകൊണ്ടാണല്ലോ കരയുന്ന കുഞ്ഞിനെ ഉമ്മ എടുത്ത് നെഞ്ഞോട് ചേർത്താൽ വേറെ ആരും എടുത്താലും നിർത്തൂല. ഉമ്മ എടുത്തുകാണ്ട് നെഞ്ഞത്ത് ചേർത്താൽ കുട്ടീൻ്റെ കരച്ചിലാണ് നിർത്തും. എന്താ കാരണം? ഒരു പരിചയമുള്ള ഒരു ശബ്ദമാണ് ഉമ്മാൻ്റെ ഹൃദയമിടിപ്പ്. അതവന് ഗർഭാശയത്തിൽ നിന്ന് തന്നെ കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഖുർആനിൽ പറഞ്ഞിടത്തൊക്കെ കേൾവി ആദ്യം പറഞ്ഞിരിക്കും. ഉമ്മാരെ നെഞ്ഞത്തേക്ക് കുട്ടി ഒട്ടിക്കിടന്നാൽ കുട്ടിക്ക് കരച്ചിലില്ലോ സമാധാനമായിട്ടോ ഉറങ്ങും, ബാപ്പെടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ കാഴ്ചകൾ എന്നാണ് പറഞ്ഞത്. എന്താ കാഴ്ചകളും? ഇവിടെ കേൾവി ഏകവചനം, കാഴ്ച ബഹുവചനം. എന്താ അങ്ങനെ പറയാം? കേൾവി നമ്മൾ മുമ്പിന്നും കേൾക്കും, ബാക്കുന്നും കേൾക്കും, വലത്തുനിന്നും കേൾക്കും, ഇടത്തുനിന്നും കേൾക്കും, ഇരുട്ടത്തുനിന്നും കേൾക്കും. ഇരുട്ടത്തൊരു വടക്കം പൊട്ടിയാലും നമ്മൾ കേൾക്കും, ബാക്കിൽ നിന്ന് കൊട്ടിയാലും കേൾക്കും, സൈഡിൽ നിന്ന് കൊട്ടിയാലും കേൾക്കും. എന്നാൽ കാഴ്ച അങ്ങനെയല്ല. ബാക്കത്ത് കാണൂല, അത് വേറെയാണ്, അത് തിരിഞ്ഞോ. സൈഡത്തതും കാണൂല, ദൂരത്വവും കാണൂല, ഇരുട്ടത്വവും കാണൂല. അപ്പോൾ അവിടെയൊക്കെ കാഴ്ചയുടെ ശേഷി വ്യത്യസ്തമാണ്, പലതരത്തിലാണ്. അതുകൊണ്ട് കാഴ്ചകൾ എന്ന് ഖുർആൻ പ്രയോഗിച്ചത് എന്ന് പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വിശദീകരിക്കാറുണ്ട്. അപ്പം അമ്മ യംലിക്കു സമഅ വൽ അബ്സ്വാറ, കാഴ്ചകളെയും കേൾവിയെയും അധീനപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഉടമസ്ഥൻ, അത് നിങ്ങളെ വേഗം കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യത്ത്, ഹയ്യ് ജീവനുള്ളത്, മയ്യത്ത് നിർജീവമായത്, സചേതനം അചേതനം എന്നൊക്കെ പറയാം, നിർജീവമായതും സജീവമായതും. ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു മിനൽ മയ്യത്തി, മയ്യത്തിൽ നിന്നും. 2 തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് സാധാരണഗതിയിൽ. ഒന്ന്, നിർജീവമായി കിടക്കുന്ന ഉണങ്ങി ചുരുണ്ട ഒരു വിത്ത്, അതിൽ നിന്ന് ചെടികളും മരങ്ങളും മുളച്ചു വരുന്നു. അപ്പോൾ നമ്മൾ പറയും ആ വിത്തിന് ആദ്യം തന്നെ ജീവനുണ്ട് അതിൻ്റെ ഉള്ളിൽ. ജീവിതം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെയുള്ളതാണ്. ജനനം മുതൽ മരണം വരെയാണ് ജീവിതം എന്ന് സാധാരണഗതിയിൽ ഖുർആൻ അർത്ഥമാക്കുന്നത്. അതിൻ്റെ മുമ്പുള്ളതോ ശേഷമുള്ളതോ ഈ ദുനിയാവിലെ ജീവിതമായിട്ട് ബന്ധമില്ല അതിന്. അതുകൊണ്ട് ജീവനുള്ള മനുഷ്യനെ നിർജീവനായ മനുഷ്യനാക്കുന്നു. ജീവനില്ലാത്ത ഇന്ദ്രിയത്തിൽ നിന്ന്, അണ്ഡത്തിൽ നിന്ന് ജീവനുള്ള മനുഷ്യനെ പുറപ്പെടുവിക്കുന്നു. ഇങ്ങനൊരു വ്യാഖ്യാനം. മറ്റൊരു തരത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, നിർജീവമായ ഭക്ഷണ വസ്തുക്കൾ, മത്സ്യം, മാംസം, പച്ചക്കറികൾ, അതൊക്കെ കഴിച്ചിട്ടാണ് മനുഷ്യൻ്റെ ജീവൻ മനുഷ്യൻ നിലനിർത്തുന്നത്. മനുഷ്യൻ്റെ ജീവൻ അങ്ങനെയാണ് ഉണ്ടായി വരുന്നത്, ജീവൻ നിലനിർത്തുന്നത് അങ്ങനെയാണ്. അതേമാതിരി മനുഷ്യനിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും നിർജീവമായ വസ്തുക്കൾ ധാരാളമായി, അവൻ്റെ തൊലി കൊഴിഞ്ഞു പോകുന്നുണ്ട്, അവൻ്റെ രോമങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്, അവൻ്റെ നഖങ്ങൾ അവൻ വെട്ടിയിടുന്നുണ്ട്. ചില ജീവികൾക്കൊക്കെ അവരുടെ ഉടലിലുള്ള തൊലി അപ്പാടെ അവർ ഊരി മാറ്റുന്നുണ്ട്. ഇങ്ങനെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തവയെ, ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളതിനെ, നിർജീവമായതിൽ നിന്ന് സജീവമായതിനെ, സജീവമായതിൽ നിന്ന് നിർജീവമായതിനെ, അചേതന വസ്തുക്കളിൽ നിന്ന് സചേതന വസ്തുക്കളെ, സചേതന വസ്തുക്കളിൽ നിന്ന് അചേതന വസ്തുക്കളെ. ഇതൊക്കെ ഇങ്ങനൊരു പ്രക്രിയ ഈ ലോകത്ത് ഒരുപക്ഷെ മനുഷ്യൻ്റെ ശ്രദ്ധയിൽ പെട്ടും പെടാതെയും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാരാ ചെയ്യണത്? അല്പമൊന്ന് ബുദ്ധി നമ്മൾ പറയാല്ലേ, മോളല്ല എനിക്കെന്ന് ചോദിക്കൂലേ എന്ന മാതിരി ഇത്രയും വിശദമായി അള്ളാഹ്ക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ നിങ്ങളുടെ റബ്ബാണ്, എന്നെ അംഗീകരിക്കണം, ആദരിക്കണം എന്നൊറ്റ വർത്താനം പറഞ്ഞാൽ പോരെ.
അതല്ലാതെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അനുസൃതമായി അവൻ്റെ ചിന്തയെ ഉത്തേജിപ്പിക്കുന്നതിന്, ചിന്തയെ ഉണർത്തിക്കൊണ്ടുവരുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ചോദിക്കുക. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, ഇത് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, മയ്യത്തിൽ നിന്ന് ഹയ്യിനെയും ഹയ്യിൽ നിന്ന് മയ്യത്തിനെയും കൊണ്ടുവരുന്നു. വമൻ യുദബ്ബിറുൽ അംറ, തീർന്നോ? ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് ആര്? നിങ്ങളാണോ? നിങ്ങളുടെ ദൈവങ്ങളാണോ? എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ? എത്ര അത്ഭുതകരമാണ്. ഗോളശാസ്ത്രം പഠിച്ചിട്ടുള്ള ഇവിടെ തന്നെയുണ്ട് നമ്മുടെ മാഷൊക്കെ. അവർക്കറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതകരമായ ചലനാത്മകത എത്രത്തോളം വ്യവസ്ഥാപിതമായത്. അല്പമൊന്ന് മാറിപ്പോയാൽ ഈ പ്രപഞ്ചം തകരാറിലാകും. ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങൾക്കും അന്നം കൊടുത്ത് വളർത്തുക. നമ്മളൊരു ജീവനെ വളർത്തി വെക്കണ്ട, ഒരു കോയിനെ വളർത്തി വെക്കണ്ട, എത്ര ആളെ ചീത്തയാക്കണം എന്നാ? കോയി അപ്പുറത്തേക്ക് ചാടും, ഇപ്പുറത്തേക്ക് ചാടും, അവിടെ മാന്തും, എത്ര ആളെ ചീത്തയാക്കണം? ഒരാടിനെ വളർത്തി വെക്കണ്ട, ആ പെരി തിരക്കൂടാൻ പിന്നെ ഒന്നും വേണ്ട. വൈകുന്നേരം വരുമ്പോൾ ആടിന് വെള്ളം കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിന് നമ്മൾ ഭാര്യനെയും മക്കളെയും വഴക്ക് പറയും, തിരിച്ചും പറയും. ലേശം ജീവികളെ നമ്മൾ വളർത്തി നോക്കണം, അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ. ഒരു ഇത്തിരി ഭക്ഷണം കൊടുക്കാൻ പയച്ചാൽ കോഴികൾ 4 ഭാഗം. പിന്നെ എവിടെ എത്തുക? അയലോകത്തെത്തും. അയലോകത്തേര് കല്ലെറിഞ്ഞാട്ടും, പെരക്കാരുടെ ചീത്ത പറയും. പടച്ച തമ്പുരാൻ ഈ ലോകത്തുള്ള സകല ചരാചരങ്ങൾക്കും അന്നം നൽകുന്നു. ഇതൊക്കെ നിയന്ത്രിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. വമൻ യുദബ്ബിറുൽ അംറ, ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെ ആസകലം ഓരോരുത്തർക്കും ആവശ്യമുള്ള വിധത്തിൽ വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം, പാർപ്പിടം വേണം. ഇതെല്ലാം അതിൻ്റെ പുറമെ ഈ പ്രപഞ്ചം അത്ഭുതകരമായി, പ്രപഞ്ചമെന്ന് പറയുന്ന അത്ഭുതത്തെ, വിസ്മയത്തെ മനുഷ്യൻ അനുയോജ്യമായ വിധത്തിൽ സംവിധാനിച്ച് സംഘടിപ്പിച്ച് നിയന്ത്രിക്കണം. അതൊക്കെ ആരാ ചെയ്യുക? ദബ്ബറ യുദബ്ബിറു, തദ്ബീർ, നിയന്ത്രിക്കുക. ഫസയഖൂലൂനല്ലാ, അപ്പോൾ ഒക്കെ ഓരോ ഇതൊക്കെ ആരാ ചോദിച്ചാൽ ഇതൊക്കെ ദൈവം പരമേശ്വരൻ അവൻ്റെ കയ്യിലാണ്. പിന്നെന്തിനാ നിങ്ങൾ ശുർക്ക് ചെയ്യുന്നത്? പിന്നെന്തിനാ ഈ ഉപദൈവങ്ങൾ, സഹദൈവങ്ങൾ? അതാണ് അള്ളാഹിൻ്റെ ചോദ്യം. ഫഖുൽ, എന്നിട്ട് ചോദിക്കും നബിയെ, അഫല തത്തഖൂൻ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ദൈവത്തെ ഭയപ്പെടാനായില്ലയോ? അവനോട് തഖ്വ പുലർത്തിക്കൂടെയോ? അതാണ് ചോദ്യം. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അവൻ നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിന് സൗകര്യമേകുന്നതിന് ഒരുക്കിയിട്ടുള്ള, നമ്മൾ ശ്രദ്ധിച്ചതും ശ്രദ്ധിക്കാത്തതും അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്കവൻ തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ